ലോകത്തിന് മുഴുവൻ സാക്ഷിയാക്കി നിങ്ങളുടെ കൂട്ടുകാരനെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, അവന്റെ വീട്ടിലുള്ളവർ പോലും ആ അധിക്ഷേപം ഏറ്റുപിടിച്ച് അവനെ ചവിട്ടി തേച്ചാൽ, ഒരു നല്ല സുഹൃത്ത് എന്ന രീതിയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നേരെ ആ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ചെല്ലുക. എന്നിട്ട് അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പുറത്ത് നിന്ന് കുറച്ചവർക്കും അകത്ത് നിന്ന് കുറച്ചവർക്കും കാതടയ്ക്കുന്ന ഒരു മറുപടി കൊടുക്കുക. ട്രംപിനെ പോലുള്ള ലോക നേതാക്കൾ ഇന്ത്യയെ പറ്റി ഏതോ മൂന്നാംകിട രാജ്യമെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നിരന്തരമായി കയ്യടികൾക്ക് വേണ്ടിയും പത്ര തലക്കെട്ടുകൾക്ക് വേണ്ടിയും അടിച്ചുവിടുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഭൗമരാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഏറ്റവും വലിയ മറുപടി എന്നത് ഒരു മറുപടി ട്വീറ്റോ അല്ലെങ്കിൽ മറുപ്രസ്താവനയോ പത്രസമ്മേളനമോ ഒന്നും തന്നെ ആയിരിക്കില്ല. മറ്റൊരു ലോക നേതാവ് നമ്മുടെ തലസ്ഥാനത്ത് വന്നിരുന്നു കൊണ്ട് തള്ളിക്കളയാനാകാത്ത വസ്തുതകൾ സഹിതം നമ്മുടെ രാജ്യത്തിന്റെ കഥ ലോകത്തിനോട് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അതാണ് പവർ, അതാണ് മറുപടി, അതാണ് മാസ്. ഇന്ത്യൻ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള അംഗീകാരമാണ് നൽകുന്നത്. ഇന്ത്യയെ ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന ഡൊണാൾഡ് ട്രംപ് കുറച്ച് മാസങ്ങൾ മുൻപ് നടത്തിയ പരാമർശത്തെ അദ്ദേഹം ഇതോടെ നേരിട്ട് തിരുത്തി എഴുതുകയാണ്. ഇന്ത്യയുടെ വികസനം ഏതാണ്ട് ഒരു അത്ഭുതമാണെന്നാണ് പുടിൻ പ്രശംസിക്കുന്നത്. സ്വാതന്ത്ര്യം നേടി വെറും 77 വർഷം കൊണ്ട് രാജ്യം ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി രൂപാന്തരപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. വാങ്ങൽ ശേഷിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. തൻ്റെ ഇന്ത്യൻ സന്ദർശനത്തിന് ലോക ശ്രദ്ധ ലഭിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇന്ത്യ 7% വളർച്ചാ നിരക്കുള്ള ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്. പ്രധാന ശക്തികളിൽ മുൻപന്തിയിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. രാജ്യത്തിന്റെ ഈ പുരോഗതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വാനോളം ഉയർത്തി പ്രത്യേകം അഭിനന്ദിച്ചു. ഇന്ത്യൻ രാഷ്ട്രത്തിനും പ്രധാനമന്ത്രി മോദിക്കും ഈ നേട്ടം ന്യായമായും അവകാശപ്പെടാം. വിമർശകർ എപ്പോഴും ഉണ്ടാകുമെങ്കിലും ഈ പുരോഗതിയെ തള്ളിപ്പറയാനാകില്ല. UK ഉൾപ്പെടെയുള്ള ചില G7 രാജ്യങ്ങൾ ഇന്ത്യയേക്കാൾ ബഹുദൂരം പിന്നിലാണെന്നും പുടിൻ വ്യക്തമായി താരതമ്യം നൽകുന്നു. പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് അദ്ദേഹം അപൂർവമായിട്ടുള്ള വ്യക്തിപരമായ പ്രശംസനകൾ നടത്തി. അദ്ദേഹം വളരെ വിശ്വസ്തനാണ്. ഇന്ത്യൻ ജനത ഭാഗ്യമുള്ളവരാണ്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിരോധം, ഹൈടെക്, സാങ്കേതിക വിദ്യ, സാമ്പത്തിക പദ്ധതികൾ, മാനവ വിഭവശേഷിയുടെ കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി മോദിയുമായി പുടിൻ ചർച്ച ചെയ്തു. G8 റഷ്യ വരാനുള്ള സാധ്യതയെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഇന്ത്യ പ്രധാന പങ്ക് വഹിക്കുന്ന ബ്രിക്സ്, SCO, G20 എന്നിവയാണ് ഇപ്പോൾ ബഹുമുഖ ലോകക്രമത്തെ നിർവചിക്കുന്നതെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു. കൂടാതെ ഇന്ത്യയുടെ വളർച്ചയെ യൂറോപ്പിന്റെ നിലവിലെ പ്രതിസന്ധിയുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. തെറ്റായ നയപരമായ തീരുമാനങ്ങൾ കാരണം ജർമ്മനി തുടർച്ചയായി 3ാം വർഷവും സാമ്പത്തിക മാന്ദ്യത്തിലാണ്. ഫ്രാൻസ് മാന്ദ്യത്തിന്റെ വക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പുടിന്റെ 2021 ശേഷമുള്ള ആദ്യ ദ്വിദിന സന്ദർശനമാണ്, അത് ഇന്ത്യ സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം സുപ്രധാനമായിട്ടുള്ള കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പുടിന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചിലർ ഇന്ത്യയെ താറടിക്കാൻ ശ്രമിക്കുമ്പോൾ പുടിൻ ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ വളർച്ചയെ ഒരു അത്ഭുതമെന്ന് വിളിക്കുകയും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തെ ആത്മാർത്ഥതയോടെ വസ്തുതകൾ നിരത്തി പ്രശംസിക്കുകയും ചെയ്യുകയാണ് ലോകം മുഴുവൻ കേൾക്കാൻ വേണ്ടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.